കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഇന്ന് നാം വായിച്ചു കേട്ടതായ വിശുദ്ധമുള്ള എവൻഗേലിയൻ ഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളായിരുന്നു. ഇത് വളരെ സുപരിചിതമായ ഒരു വേദവാക്യവും മനുഷ്യൻ തലമുറയായി അന്വേഷിക്കുന്നതായ ഒരു പ്രധാനപ്പെട്ടതായ ജീവിത ലക്ഷ്യവുമാണ്. ഇവിടെ സമ്പന്നനായ ഒരു യുവാവ് കർത്തൃസന്നിധിയിലോട്ട് കടന്നു വന്നുകൊണ്ട് അവനെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്, നല്ലവനായ ഗുരു, ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം എന്ന കൽപ്പനകൾ നിനക്കറിയാമല്ലോ. ഉത്തരമായി പറഞ്ഞു, ഞാൻ ഇവയെല്ലാം എൻ്റെ ബാല്യം മുതലേ ജീവിതത്തിൽ അനുഷ്ഠിച്ചു വരുന്നു. അപ്പോൾ കർത്താവ് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ എൻ്റെ പിന്നാലെ വരിക. അപ്പോൾ ഇവൻ ധനവാനായിരുന്നത് കൊണ്ട് ഈ പറഞ്ഞതായ കാര്യം അവൻ അത്ര സുഖകരമായിട്ട് തോന്നിയില്ല. കയ്യിലിരിക്കുന്നതൊന്നും എടുത്ത് കൊടുക്കുവാനുള്ളതായ മനോഭാവം അവനുണ്ടായില്ല. അവൻ ദുഃഖത്തോടെ കടന്നുപോയി കാണണം എന്നാണ് ഈ വേദഭാഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ധനികന്മാർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിൽ കൂടെ കടക്കുന്നതാകുന്നു. അപ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, രക്ഷ പ്രാപിക്കുവാൻ എങ്ങനെ കഴിയും? അപ്പോൾ യേശു തമ്പുരാൻ അവരോട് അരുളി ചെയ്തു, മനുഷ്യർക്ക് കഴിയാത്തവ ദൈവത്തിന് സാധിക്കും. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് തലമുറയായി മനുഷ്യൻ അന്വേഷിക്കുന്നതായ ഒരു നിത്യമായ സത്യത്തെയാണ് ഇന്ന് ഞാനും നിങ്ങളും വായിച്ചു കേട്ടതായ എവൻഗേലിയോനിലൂടെ ശ്രദ്ധിച്ചത്. നിത്യജീവനെ അവകാശമാക്കുവാൻ, ആത്യന്തികമായ സത്വയെ അവകാശമാക്കുവാൻ ഞാൻ ഇന്ന് എന്ത് ചെയ്യേണ്ടു എന്ന് ആ ധനികനായ മനുഷ്യൻ വന്ന് ചോദിച്ചു. ഇത് 3 സമവീക്ഷണ സുവിശേഷങ്ങളിലും സിനോപ്റ്റിക് ഗോസ്പൽസിലും 3-ലും രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ സംഭവമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും 19-ാം അധ്യായത്തിലും വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലും നമ്മളിത് കാണുന്നുണ്ട്. നോക്കിക്കേ, അന്ന് ആ യുവാവ് കടന്നു വന്ന് കർത്താവിനോട് ചോദിച്ചതായ ചോദ്യമാണ് ഇന്നത്തെ സമൂഹവും ചോദിക്കുന്നത്. ദൈവരാജ്യം അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? ഇന്ന് ലോകത്തിൽ ഏറ്റവും വിൽക്കപ്പെടുന്നതും ഏറ്റവും ചോദിക്കപ്പെടുന്നതുമായ ചോദ്യവും ഇത് തന്നെയാണ്. യാതൊരു സംശയവുമില്ലാത്ത ഒരു കാര്യമാണ്. അത് രാഷ്ട്രീയ മതതലത്തിൽ നിന്ന് രാഷ്ട്രീയ സാമൂഹ്യ തലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നിത്യജീവനെ അവകാശമാക്കുവാനായിട്ട് സാധിക്കും? ഞാൻ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിലോട്ട് പോകുന്നില്ല ദൈവമക്കളെ. ഇവിടെ ഈ ധനകനായ മനുഷ്യൻ വന്ന് ചോദിക്കുകയാണ് നിത്യജീവനെ അവകാശമാക്കുവാൻ. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ പറഞ്ഞിട്ടുള്ള പ്രകാരം അങ്ങ് ജീവിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിത്യജീവൻ പ്രാപിക്കാം. അപ്പോൾ അവന് കർത്തസന്നിധിയിലോട്ട് കടന്നു വന്നപ്പോൾ ഒരു സംശയമുണ്ട്. എന്നിൽ എന്തോ ഒരു കുറവുണ്ട്, ഏതാണ്ടൊരു സൂത്രം എൻ്റെ കയ്യിലില്ല ഈ ദൈവരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ. അതുകൊണ്ട് വീണ്ടും അവൻ ചോദിക്കുക, ഇതൊക്കെ ഞാൻ ബാല്യം മുതലേ ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ ഇനി എന്താണ്? അപ്പോൾ കർത്താവ് അവനോട് നോക്കിക്കൊണ്ട് ഒരു കുറവുണ്ടെന്ന് പറഞ്ഞു.
ഇന്ന് ഈ ജനതയെ എന്നെയും നിങ്ങളെയും കണ്ടുകൊണ്ട് മഹോന്നതങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവായ യേശു മിശിഹ പറയുകയാണ്, നിന്നിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് നിനക്ക് ഒരു കുറവുണ്ട്, ആ കുറവിനെ നീ പരിഹരിക്കണം. ഇപ്പോൾ 2-3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ടുള്ളത്. ഇവൻ വിചാരിച്ചിരുന്നത് പാപത്തെക്കുറിച്ചുള്ളതായ ഒരു ചിന്തയായിരുന്നു. എന്താണ് പാപം? നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ പാപം കൂടാത്തതായ ഒരു ജീവിതം. ഒന്നാമതായി എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഈ നിത്യജീവനെ കാക്ഷിക്കണമെങ്കിൽ പാപമില്ലാത്തതായ ഒരു ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കണം. ഇവൻ പാപത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് നിയമലംഘനങ്ങൾ മാത്രമാണെന്നാണ്. ദ വയലേഷൻ ഓഫ് ദ റൂൾസ്, വയലേഷൻ ഓഫ് ദ മൊസൈക് ലോസ്, he has considered as a sin. തിരുമുമ്പാകെ പാപമായി ഇവന് തോന്നിയത് ഈ പറഞ്ഞതായ 10 കൽപ്പനകൾ ലംഘിച്ചാലേ പാപമാവുകയുള്ളൂ. ഇന്ന് എൻ്റെ ജനങ്ങളുടെയും സമൂഹത്തിൻ്റെയും ചിന്താഗതി ഇത് തന്നെയാണ്. അത് ചുമ്മാതാ. കർത്താവ് ഇവനോട് പറഞ്ഞു, എടാ നിനക്കൊരു കുറവുണ്ട്. എന്താണ്? ഇവൻ സമ്പത്തുള്ളവനായിരുന്നു. ഇവിടെ എന്താണ് ആ കുറവ്? അവന് സമ്പത്തിനോടുള്ളതായ മനോഭാവം പിടിച്ചു പറ്റുവാനും ആ കൂട്ടുവാനും സംഭരിച്ചു വയ്ക്കുവാനുമുള്ളതായ ഒരു മനോഭാവം. അതെന്താണ്? പാപമോ? ഇന്ന് ഓരോ മനുഷ്യൻ്റെയും സ്വഭാവത്തിൽ പലതിനോടുമുള്ളതായ അഭിനിവേശമുണ്ട്. ചിലർക്കത് സമ്പത്തിനോടാകാം. ഈ വന്ന യുവാവിന് സമ്പത്തോടായിരുന്നു അവൻ്റെ മനോഭാവം. അവൻ വിചാരിച്ച സമ്പത്താണ് എൻ്റെ എല്ലാം ജീവിത ലക്ഷ്യം. സമ്പത്തോടുകൂടി 10 കൽപ്പനകൾ ആചരിച്ചാൽ സ്വർഗരാജ്യം അവകാശമാക്കാം, നിത്യജീവൻ പ്രാപിക്കാമെന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ പരിപാടി പോരാ മോനെ, ഒരു കുറവുണ്ട്. ആ സമ്പത്തിനോടുള്ളതായ അഭിനിവേശം ഇന്ന് നമ്മുടെ ഈ തലമുറയിലേക്ക് നോക്കിയാൽ സമ്പത്ത് മാത്രമല്ല, നമ്മുടെ കയ്യിലിരിപ്പ് തന്നെ ദൈവ സ്വഭാവം വിട്ടുകൊണ്ട് ലൗകികമായ പലതിനോടുമുള്ളതായ അഭിനിവേശമാണ്. The ardent wish for lot of things, but that is keeping away from the behavior of Jesus Christ. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ മാറ്റിക്കൊണ്ടും വികലമാക്കിക്കൊണ്ടും മറ്റ് പല കാര്യങ്ങളോടുള്ളതായ അഭിനിവേശം, അത് പാപമാണ്. ആ പാപത്തെ അവൻ തിരിച്ചറിയുവാനായിട്ട് സാധിക്കുവാനാണ് കർത്താവിനോട് പറഞ്ഞത്. ഇത് തന്നെ നമുക്ക് പല സന്ദർഭത്തിൽ വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. യൂദായിൽ സംഭവിച്ചത് എന്താ? എത്രയോ വർഷങ്ങൾ കൂടെ നടന്ന സ്ലീഹായാണ് യൂദ. പക്ഷേ എങ്കിൽ എന്തായി? സമ്പത്ത് കണ്ടപ്പോൾ അവൻ അവിടെ അതിന് അടിമപ്പെട്ടു പോയി. അവൻ അതിനോട് ഒരഭിനിവേശം, പാപമുണ്ടായി. അത് ഗുരുവിനെ ഉറ്റിക്കൊടുക്കുവാൻ തക്കവണ്ണം കാരണമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? നമുക്ക് ഇന്ന് നമ്മുടെ സ്വഭാവത്തിൽ എന്തിനോടാണ് എൻ്റെ ജീവിത ലക്ഷ്യം, എന്തിനോടാണ് എനിക്ക് അഭിനിവേശമുള്ളത്? അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ദൈവസന്നദ്ധിയിലോട്ട് അണയുവാൻ. ക്രിസ്തുവാണ്. തൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ അയച്ച എൻ്റെ ഏകപുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ്റെ അനുഭവമുണ്ട്. നമ്മളുടെ അഭിനിവേശം ഇന്ന് യുവജനങ്ങളിലോട്ടും കുട്ടികളോടും നോക്കിയാൽ ഈ അഭിനിവേശം ഒരു സാംസ്കാരിക ഒരു സിവിലൈസേഷനായി ഡെവലപ്പ് ചെയ്തിരിക്കുക. They won't accept it. That is, I am talking from the student population also. അതിനെ മറികടന്നുകൊണ്ട്
ദൈവസന്നദ്ധിയിലോട്ട് തിരിച്ചു വരുമ്പോഴാണ് നിത്യജീവനിലേക്ക് വരുന്നത്. പാവാവസ്ഥയിൽ നിന്ന് മാറുവാനുള്ളതൊരാഹ്വാനം. രണ്ടാമതായി ഇത് നമ്മെ ഓർപ്പിക്കുന്നത്, ഇവൻ കടന്നു വന്ന് അഭിസംബോധന ചെയ്തതാണ് നല്ലവനായ ഗുരു. നല്ലവനായ ഗുരു എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇവന് തന്നെ ഇവൻ ധനികനാണ്, ഇവന് പല ഉത്തരവാദിത്തങ്ങളുണ്ട്, എന്നാൽ ഇവനൊരു ബോധ്യമുണ്ട് തനിക്ക് എന്തോ ഒരു കുറവുണ്ട്. രണ്ടാമതായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്, ഈ യുവാവ് തിരിച്ചറിഞ്ഞു തനിക്ക് എന്തോ ഒരു കുറവ് ഉണ്ട്. ആ കുറവിനെ അവൻ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു വന്നു. അവൻ ഗുരുവിനെ അഭിസംബോധനയ്ക്ക് നല്ലവനായ ഗുരു. ഇവന് ക്രിസ്തുവിൽ എന്തോ ഒരു പ്രത്യേകത കണ്ടു. നോക്കിക്കേ, തനിക്കില്ലാത്തതിൽ നിന്ന് നല്ലതായ പല ഗുണങ്ങളെ ഇവൻ ഈ ഗുരുവിൽ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്ന, നമ്മളിലൊക്കെയും ഒരു കുറവുണ്ട്. Something is lacking in my behavior. I have a lot of limitations. What is lacking in my behavior? ഇവൻ കർത്തൃസന്നിധിയിലോട്ട് കടന്നു വന്നു, കർത്താവിൻ്റെ തിരുസന്നിധിയിലാണ് നിന്നത്. പക്ഷേയെങ്കിൽ തൻ്റെ കൂടെ നിന്ന് ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല. He couldn't identify the Christ who is standing the right side of this gentleman. അല്ലേ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഇതാ, എൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ദൈവ സാന്നിധ്യം അറിയാതെ നമ്മുടേതായ ചിന്താഗതിയിൽ കൂടെ പോകുകയാണ്. എനിക്ക് തോന്നുന്നത് ഇത് ഒരു പക്ഷേയെങ്കിൽ ഇവൻ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അല്പം കൂടെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ കുറവ് പരിഹരിച്ചേനുമായിരുന്നു. ഇവന് ദൈവരാജ്യത്തിൻ്റെ അനുഭൂതി അവിടെ ലഭിക്കുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ കയ്യെത്തി പിടിക്കാവുന്നതായിരുന്നു, അതവന് നഷ്ടപ്പെട്ടു. തൻ്റെ കുറവ് തന്നിലേക്ക് തന്നെയുള്ള ഒരു തിരിച്ചു വരവ് അതിന്ന് ആവശ്യമാണ്. ഇന്ന് മനുഷ്യന് ആവശ്യമായിരിക്കുന്ന ദൈവമക്കളെ, അത് ഏത് മതത്തിലാകട്ടെ, ഓർത്തഡോക്സ് വിഭാഗത്തെക്കുറിച്ചും ക്രൈസ്തവ വിഭാഗത്തെക്കുറിച്ചുമല്ല ഞാൻ പറയുന്നത്. ഇന്ന് മനുഷ്യന് ആവശ്യമായിരിക്കുന്നത് മനുഷ്യനിലോട്ട് തന്നെ ഒരു തിരിച്ചു വരവ്. ടു കം ബാക്ക് ടു ഹിസ് ഓൺ പേഴ്സണാലിറ്റി, ടു ഐഡൻറ്റിഫൈ ഹു ആം ഐ, ഞാൻ ഏത് സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അത് കഴിഞ്ഞ് മതി മതമെന്നാണ് എൻ്റെ ഒരഭിപ്രായം. ഇന്ന് മനുഷ്യൻ അതിൽ കാണുന്നത് മറ്റ് പല കാര്യങ്ങളാണ്. ഇതിനെയൊക്കെയും മറികടക്കാൻ കാണുന്നത് സമ്പത്തും അവൻ്റെ അഹങ്കാരവും അഹന്തയും അവനായിരിക്കുന്ന സ്ഥാനമാനങ്ങളുമാണ്. അതൊന്നുമല്ല. ആ ശ്രേഷ്ഠമായ ഗുരുവിൽ കണ്ട പ്രകാരം ഇവൻ്റെ കർത്തൃസന്നിധിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ അവനിലേക്ക് തിരിച്ചു വരുവാൻ അവന് ഇന്ന് ഈ സൺഡേയിൽ പങ്കാളികളാകുന്ന എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. നമ്മളിലോട്ട് തന്നെ ഒന്ന് തിരിച്ചു വരുവാൻ. എന്നിൽ ദൈവ സ്വഭാവം എന്തെങ്കിലും ഉണ്ടോ? I have Christ behavior in my behavior? Am I projecting my behavior in my day-to-day dealings? ക്രിസ്തീയ സ്വഭാവം, ക്രിസ്തുവിൻ്റേതായ എന്ത് അംശമാണ് എന്നിലുള്ളത്? അത് കണ്ടെത്തുവാനായിട്ട്, ആ കുറവ് കണ്ടെത്തുവാൻ, അതിനെ നികത്തുവാൻ സാധിക്കണം. അതിനുശേഷമാണ് മൂന്നാമതായി എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത് നിത്യജീവൻ. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം? നിത്യജീവനെ കാക്ഷിക്കുക. ആ നിത്യജീവനെ പ്രാപിപ്പാൻ തക്കവണ്ണം ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടമായിരിക്കണം. The life, the days which we are given for you, it is a preparation for the everlasting life. എനിക്കിവിടെ തന്നിരിക്കുന്നതായ ദിവസങ്ങൾ നിത്യജീവനിലേക്കുള്ള ഒരുക്കത്തിൻ്റെ നാളുകളാണെന്ന് അത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം.
ഞാൻ ഇവനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇവൻ്റെ യുവകാലഘട്ടത്തിൽ ഇവൻ മിക്കവാറും ഒരു 20s 30s തന്നെ ഇവൻ്റെ കുറവ് കണ്ടെത്തി. ക്രിസ്തുവിൻ്റെ അടുത്തിലോട്ട് വരുവാനായിട്ട് സാധിച്ചു. ഇവന് നിത്യജീവനെക്കുറിച്ചുള്ള ആ ചിന്തയുണ്ടായി. ദറ്റ് ഈസ് വെരി ഗുഡ്. പക്ഷെ അത് വലത്തുഭാഗത്തുണ്ടായിരുന്നു, അത് അവൻ ഐഡൻറ്റിഫൈ ചെയ്തില്ല. ബട്ട് ദാറ്റ് വൺ തിങ് വി ഹാവ് ടു നോട്ടീസ്, അവൻ നിത്യജീവനിലേക്ക് ഇന്ന് നമ്മുടെ ജനതയ്ക്ക് കൈമോശം വന്നിരിക്കുന്ന യുവജനങ്ങളിലും കൈമോശം വന്നിരിക്കുന്ന ഇത് തന്നെയാണ്. വാട്ട് ഈസ് ലൈഫ്? ദ മീനിങ് ഓഫ് ലൈഫ്. They have to come back. Then the ultimate aim of the life to get the everlasting life. ഇതെന്താണ് നിത്യജീവൻ? What is the everlasting life? എന്താ നിത്യജീവൻ എന്ന് പറയുന്നത്? അത് മനുഷ്യന് മരണാനന്തരം ലഭിക്കുന്ന ഒരു പരമോന്നത ബഹുമതിയാണോ? അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ ഒക്കുകയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ ഞാനും നിങ്ങളും ആയിരിക്കുന്ന അവസരത്തിൽ ദൈവ സംസർഗത്തിലുള്ളതായ ഒരനുഭവം, കർത്തൃ ശരീരത്തിന് സംബന്ധിയാളാകുമ്പോൾ ലഭിക്കുന്ന ഒരു അനുഭൂതി, പരിശുദ്ധ റൂഹായുടെ സഹവാസത്താൽ അനുഭവിക്കുന്നതായ ഒരു ശക്തിയാണ് നിത്യജീവൻ്റെ അനുഭവം. ഞാൻ ഒന്നുകൂടെ ലളിതമായിട്ട് പറയാം. മനുഷ്യന് ദൈവ സംസർഗത്തിൽ ലഭിക്കുന്നതായ ഒരു അനുഭൂതി, that is, he is experiencing the presence of God in his life. Then second one ആണ് കർത്തൃ ശരീര സംബന്ധമായി അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി. Once he is taking the blood and body of Jesus Christ, he is feeling the Christ is living in me. കർത്തൃ ശരീരം എന്നിലേക്ക് എടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്നതായ ഒരു ദിവ്യമായ അനുഭൂതി, അതിനോടൊപ്പം പരിശുദ്ധ റൂഹായുടെ സഹവാസം, പരിശുദ്ധ റൂഹായുടെ ഒരു അനുഭൂതി, the fullness of Holy Spirit. Wherever you are experiencing, you are in the way of the everlasting life. ആ നിത്യതയുടെ ആ നിത്യജീവൻ്റെ അനുഭൂതിയിലേക്കുള്ളതായ യാത്രയാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞത്, എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദൈവ സംസർഗത്തിൽ കർത്തൃ ശരീരം ലഭിക്കുമ്പോൾ, അത് അനുഭവിക്കുമ്പോൾ, അത് അനുഭൂതിയും പരിശുദ്ധ റൂഹായുടെ സഹവാസം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഒരു വ്യക്തി നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് വളരുകയാണ്. അത് ഈ ശരീരമിടുമ്പോൾ ദൈവരാജ്യത്തിൽ ലയിച്ചു ചേരുന്ന പൂർണ്ണതയാണ് നിത്യജീവനിൽ ലഭിക്കുന്നത്. ആ ഒരു അനുഭൂതിയിലോട്ട് കടന്നു വരുവാൻ എല്ലാ മക്കളുടെയും ജീവിത ലക്ഷ്യം അതായിരിക്കണം. അതിന് ഈ യുവാവായിരുന്ന കാലഘട്ടത്തിൽ ഈ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ സന്നിധിയിലോട്ട് കടന്നു വന്നപ്പോൾ അവൻ ക്രിസ്തുവിനെ നേരത്തെ എവിടെയെങ്കിലും വെച്ച് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാകും. അവൻ ഈ ക്രിസ്തുവിനെ പലപ്പോഴായി അബ്സോർവ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവന് ബോധ്യമായി എന്നിൽ കുറവുകളുണ്ട്. ആ കുറവുകളെ നികത്തുവാനാണ് നിത്യജീവനിലേക്കുള്ളതായ അനുഭൂതി ഇവിടെ നിന്ന് ലഭിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ 3 കാര്യങ്ങളാണ് നിങ്ങളോട് ഓർപ്പിച്ചത്. ഒന്നാമതായി, പാപത്തെക്കുറിച്ച് നമുക്ക് ഇന്നുള്ളതായ വികലമായ ചിന്താഗതിക്കൊരു മാറ്റം വരണം. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കൽപ്പന ലംഘനങ്ങൾ മാത്രമല്ല ദൈവമക്കളെ, നമുക്ക് നമ്മുടെ സമയവും നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളും ഏത് വിധേയവും ഉപയോഗിക്കപ്പെടുന്നു. ഏതിനോടൊക്കെയാണ് എനിക്കൊരു അഭിനിവേശം അല്ലെങ്കിൽ ഒരു വലിയ വിഷമുള്ളത്, അതിൽ നിന്ന് ഒരു മാറ്റം കർത്തൃസന്നിധിയിലോട്ട് വരണം. അത് പാപമാണ് അല്ലെങ്കിൽ. അതുപോലെ തന്നെ ഈ കൽപ്പനകൾ അനുസരിക്കുക, അത് വെർബിയലല്ല, സ്വഭാവത്തിൽ അത് ഉണ്ടാകണം. രണ്ടാമതായി ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു വന്നുകൊണ്ട്
തൻ്റേതായ കുറവുകളെ കണ്ടെത്തുവാൻ. തൻ്റേതായ കുറവുകളെ കണ്ടെത്തുന്ന ഓരോ വ്യക്തിയും ആ കുറവിനെ പരിഹരിക്കണമെങ്കിൽ എന്ത് വേണം? ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവൻ്റെ ഹൃദയത്തിൽ, ക്രിസ്തുവിനായി അവൻ്റെ ഹൃദയം മാറ്റിവെക്കുവാനായിട്ട് ഒരിടം നൽകുവാനായിട്ട് സാധിക്കണം. മൂന്നാമതായി ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിത്യജീവനെ കാക്ഷിക്കുന്ന ജീവിത ലക്ഷ്യമുണ്ടാകണം. ആ നിത്യജീവനെ കാക്ഷിക്കുന്നതായി ജീവിത ലക്ഷ്യം ഇവിടെ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ദൈവ സംസർഗത്തിലും കർത്തൃശരീരത്തിൻ്റെ അനുഭൂതിയിലും പരിശുദ്ധ റൂഹായുടെ നിറവോടുകൂടി അത് അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ സാധിക്കുമ്പോൾ ആ കുറവിനെ പരിഹരിച്ചുകൊണ്ട് മനുഷ്യന് അസാധ്യമായി എന്ന് പറഞ്ഞത് ദൈവത്താൽ സാധിക്കും. എന്നെയും നിങ്ങളെയും ആ നിത്യജീവൻ്റെ അനുഭൂതിയിലേക്ക്, സ്വർഗരാജ്യത്തിൻ്റെ അനുഭൂതിയിൽ ആക്കി തീർക്കുവാൻ തക്കവണ്ണം ഇടയാകും. ആയതിന് പരിശുദ്ധ റൂഹായ ദൈവം എന്നെയും നിങ്ങളെയും ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.